Hello, welcome back. It's day 8. Oh my god. ഡേ 8 ആയതും കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിച്ചല്ല. ബിക്കോസ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന കാര്യമല്ലായിരുന്നു. പേഴ്സണലി എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ വെജിറ്റബിൾസ് പോലും കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഫോളോ ചെയ്തിട്ട് 8 ഡേയ്സ് കണ്ടിന്യൂസ്ലി നിങ്ങളെ അപ്ഡേറ്റും ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് സക്സസ്ഫുള്ളും ആയിരുന്നു, വിച്ച് ഈസ് ഐ എം സോ ഹാപ്പി. അപ്പം 8th ചലഞ്ചിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണം. അപ്പം എൻ്റെ ഒരുവിധം 7 വ്ളോഗിൻ്റെ സെയിം തന്നെയായിരുന്നു ഇന്നലെ. അപ്പം നിങ്ങൾക്ക് അത് സെയിം ആയിട്ട് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇടാഞ്ഞത്. ഞാൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓൾറെഡി ഇന്നലെ നിങ്ങൾക്കൊരു വ്ളോഗ് എടുത്തത് വെച്ച് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. മറ്റേ ഞാൻ വീഡിയോ എടുത്തായിരുന്നു, എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. എപ്പോഴും സെയിം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കില്ല, പക്ഷേ എൻ്റെ ഡെയിലി ലൈഫ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നാണ് തോന്നിയത്. അപ്പോൾ അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരുന്നു. എൻ്റെ ഡേ 8ഉം എന്താണ്, ഞാൻ വർക്കൗട്ട് ചെയ്തില്ലായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ. യെസ്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇതേപോലെ ഡെയിലി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതെൻ്റെ ആദ്യത്തെ വീഡിയോ കാണാത്തൊരു വ്യക്തിയായിരിക്കും ചോദിച്ചേക്കണത്. അപ്പം ആദ്യത്തെ വീഡിയോ നിങ്ങൾ പോയി കണ്ടോളൂ, ഞാൻ പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളോട് ഞാൻ പറയാം, ഞാൻ വളരെയേറെ ഇതേപോലെ ഭയങ്കര ആൻസൈറ്റി, സ്ട്രെസ്സ്, മൂഡ് സ്വിങ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണതാണ്. ഇപ്പോഴും അതെ, ഞാൻ ഓക്കെ ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഹെൽത്തി ചലഞ്ച് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഇതേപോലെ വൈറ്റമിൻസ് കാര്യങ്ങളൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല, ടാബ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് കുറവായിരുന്നു, എന്നിട്ട് പോലും ഞാൻ ടാബ്ലറ്റ്സ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിപ്പം ടാബ്ലറ്റ്സും എടുക്കുന്നുണ്ട്. എൻ്റെ വൈറ്റമിൻസിൽ ഇപ്പോൾ കറൻ്റ് ഞാൻ എടുക്കുന്നത് അയൺ, വൈറ്റമിൻ B12, പിന്നെ വൈറ്റമിൻ D കേട്ടോ എടുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തതാണ്. അപ്പം എപ്പോഴും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ്സ് ആണെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറയണ പോലെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ്, അതനുസരിച്ചായിട്ട് ഞാനിപ്പം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ വൈറ്റമിൻസ് എടുക്കുന്നത്. ആൻഡ് സ്റ്റാർട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അത് കാരണം എന്താണ്, ഇതേപോലെ പാനിക് അറ്റാക്ക്, ആൻസൈറ്റി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എന്നിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് തോന്നി ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കിനി പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി ടൈം കണ്ടെത്തണം. അല്ലെങ്കിൽ എനിക്ക് ടൈം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നേച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് പ്രൗഡായിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. ഞാനിപ്പം എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ ഏറ്റവും മെയിൻലി ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്താണ്. കാര്യം ഹെൽത്ത് എന്നാലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹെൽത്തിന് വേണ്ടി എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പം അതാണ് മെയിൻ കാരണം കേട്ടോ. ഞാൻ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഞാൻ വളരെ അൺഹെൽത്തി രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ചിലപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് മെയിൻലി എല്ലാത്തിനും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് അതൊക്കെ എനിക്ക് വന്നിരുന്നു. ഐ എം സോ സോറി. എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാനും അതെങ്ങനെയൊക്കെയാണ് വന്നത് എന്നൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള, ഞാൻ ഓക്കെ ആയാലല്ലേ എനിക്കങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്തൊക്കെയായിരുന്നു. ഓക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരും. പിന്നെ എനിക്ക് സപ്പോർട്ട് ഒരുപാട് കിട്ടുന്നുണ്ട്. താങ്ക് യു, നിങ്ങളിതും സപ്പോർട്ട് ചെയ്യാം എനിക്ക്. അപ്പോൾ ഇതേപോലെ ലൈഫ് സ്റ്റൈൽ ചലഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ ഡെയിലി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇതെല്ലാം ഡെയിലി എൻ്റെ ലൈഫ് കാണാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ ഡെയിലി വീഡിയോസിൻ്റെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ Ocean501 ആണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഓഷ്യൻ ജോർജ് എന്നാണ് എൻ്റെ ഫേസ്ബുക്ക്. എല്ലാം ഇതിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ അപ്പോൾ അത്യാവശ്യം നല്ലോണം പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. ഇതേപോലെ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലും സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് വിഷയം മാറിയല്ലേ. നമുക്ക് രണ്ടാമത് എന്നോട് ചോദിച്ചേക്കുന്നത് ഒരു ഇതിൽ വന്നേക്കുന്നത് വെയിറ്റ് ലോസ് ആണോ വെയിറ്റ് ഗെയിൻ ആണോ എന്ന് ചോദിച്ചു. എന്നെ കണ്ടിട്ട് വെയിറ്റ് ഗെയിൻ അല്ല എന്ന് മനസ്സിലായില്ലേ? ഞാൻ വെയിറ്റ് ലോസ് അല്ലേ എന്ന് മനസ്സിലായില്ലേ? അല്ലല്ല എന്ന് മനസ്സിലായില്ലേ? ബ്ലബ്ല ആയിപ്പോയി. ഐ എം സോ സോറി. എനിക്കിത് കടപ്പെട്ടത് ശരിയാണ്. എന്തായാലും എന്നെ കണ്ടറിയില്ല. ഞാൻ വെയിറ്റ് ഗെയിനിൽ ടൈം ആ ഒരു ഇതാണ് ചൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ വെയിറ്റ് ഗെയിനിന് വേണ്ടി അല്ല, ഉറപ്പിച്ച് പറയാം. അതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ മെൻ്റൽ ഹെൽത്തായിരുന്നു. എനിക്ക് വേണ്ടി സെൽഫ് ലവ് അല്ലെങ്കിൽ എൻ്റെ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുക, എനിക്ക് വേണ്ടി ടൈം കണ്ടെത്താം. ആ ഒരു മെയിൻ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തത്.
അതിൻ്റെ ഗുണങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. ഞാൻ പയ്യെ നിങ്ങൾ ഓരോ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഞാൻ ഓഫ് കോഴ്സ് എൻ്റെ ലൈഫ് സ്റ്റൈല് മാറ്റിയിട്ടുണ്ട്. ഞാൻ 5 മണിക്ക് എഴുന്നേക്കും. പെട്ടെന്ന് മാറ്റിയ കാര്യമല്ല, ഫുഡ് ഇത് മാറ്റിയത് പെട്ടെന്നായിരുന്നു, സഡൻ ആയിരുന്നു. പിന്നെ ഞാൻ ട്രെയിൻഡ് ആൾക്കാരെ വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ട്രെയിൻഡ് അല്ല. സോ ട്രെയിൻഡ് ആൾക്കാർ വെച്ചിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ ലൈഫാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് സക്സസ്ഫുൾ ആയാൽ ഞാൻ ട്രെയിൻഡ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് ആരൊക്കെയാണ് എല്ലാം പറഞ്ഞു തന്നെയെന്ന് ഞാൻ ചെയ്തത് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇപ്പം ഞാൻ പറയാത്തത് എനിക്കതറിയില്ല അതിന് റിസൾട്ട് വരുമില്ല എന്ന്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ എൻ്റെ ഒരു രീതിയിൽ ഐ എം ഹാപ്പി. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഇതുപോലെ ചെയ്യണത് എൻ്റെ ലൈഫിൽ വളരെ ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് പിന്നീട് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ റിസൾട്ട്സൊക്കെ പറയണ്ട, നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് എല്ലാം കൂടി പറഞ്ഞാൽ അത് ഇങ്ങോട്ട് തീരുമില്ല. അത് വേണ്ട, എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. വർക്കൗട്ട് മിസ് ചെയ്താൽ വല്ല കുഴപ്പമുണ്ട്. വർക്കൗട്ട് ഞാൻ ഇതുവരെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വർക്കൗട്ട് മിസ് ചെയ്താൽ കുഴപ്പമുണ്ടാകുന്ന വെച്ചാൽ എനിക്ക് വീക്ക്ലി 3 ടൈംസ് എടുത്താൽ മതി. 3 ടൈംസ് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചില സമയത്ത് 4 എടുത്തായിരുന്നു. 4 ടൈംസ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇടയ്ക്ക് നിങ്ങൾക്കറിയാം, ഇത് തന്നെ എടുക്കുമ്പം കുറേ എനിക്ക് ആൻസൈറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ 8 ഡേ ചലഞ്ച് കംപ്ലീറ്റ് ആക്കി. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാര്യം ആ കൺസിസ്റ്റൻസി എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുക എന്നത് എനിക്ക് ആ ഒരു അവസ്ഥ വന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നില്ല. അവസ്ഥയിൽ ഈ ഒരു കൺസിസ്റ്റൻ്റായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ അതെനിക്ക് പ്രൗഡായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഐ എം സോ ഹാപ്പി എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങളുടെയും കൂടി ഹെൽപ്പ് ഉണ്ട്. നിങ്ങളൊക്കെ എനിക്ക് വീഡിയോസ് കാണണം, അതും എൻ്റെ മനസ്സിലുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടാണോ അതോ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കണമെന്ന് തോന്നിയുണ്ട്, കാരണമൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഞാൻ പല കാര്യങ്ങളും എൻ്റെ ഇതിലോട്ട് വന്നിട്ട് പോലും, അല്ലെങ്കിൽ ആൻസൈറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും ഞാൻ 8 ഡേയ്സും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഐ എം സോ പ്രൗഡ്. വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അല്ലാതെ വീഡിയോ ചെയ്ത് ഇതേപോലെ ഞാൻ ഇതല്ല അതിന് മുമ്പുള്ള വീഡിയോ ഇത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ബട്ട് എനിക്ക് ഇങ്ങനെ ഇടാനാണ് തോന്നിയത്. കാര്യം നമ്മൾ ഡെയിലി അതേപോലത്തെ വീഡിയോസ് ഇട്ടാൽ എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കാനും കാര്യങ്ങളും പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു വീക്ക്ലി വൺസ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഈ വീക്ക്ലി വൺസ് ഇതേപോലെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ അങ്ങനെ ചെയ്യും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫ് കാണും, അങ്ങനെ ഇരിക്കും. എന്നാലും നിങ്ങൾ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ടാവും. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ബാക്കി എന്തെങ്കിലേക്ക് ഇങ്ങനെ പോകണുണ്ടല്ലേ. അപ്പോൾ അടുത്തത്, എപ്പോഴും ഹെൽത്തി ഫുഡാണോ കഴിക്കണേന്ന്. ഇല്ല, ഞാൻ ഇടയ്ക്ക് ഇപ്പം ഞാൻ ചോക്ലേറ്റ്, ടീ കേക്കില്ല, ചോക്ലേറ്റ് അങ്ങനത്തെ ഇതൊക്കെ കഴിക്കാറുണ്ട്, ചോക്ലേറ്റ് കഴിക്കാറുണ്ട്. പിന്നെ കോഫി അധികം കുടിക്കാറില്ല. പല കാലത്തുമൊക്കെ ഇപ്പോൾ കോഫി കുടിക്കും, പക്ഷേ ഷുഗർ ഉള്ളതാണ്. അപ്പോൾ പല കാലത്തുമൊക്കെ അത് ഞാൻ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ എന്തും കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാര്യം ഞാൻ വെയിറ്റ് ഗെയിനാണ്. എന്തൊക്കെ കഴിച്ചാലും എത്ര കഴിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഹെൽത്തി ഇതാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. ഭയങ്കരമായിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ളതൊന്നും ഇതുവരെ ചെയ്തിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഇന്ന് വരെ തുടങ്ങിയിട്ട് പുറത്ത് പോയി കഴിച്ചിട്ടില്ല. ഒന്നും വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ഹോം മെയ്ഡാണ് വെച്ചത്, വിച്ച് ഈസ് ഹെൽത്തി. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളത് എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ. ഞാൻ അതിനെല്ലാം ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ബിഗ്ഗസ്റ്റ് ചലഞ്ച്, ഓഫ് കോഴ്സ് എപ്പോൾ വേണേലും ഇത് നിർത്തേണ്ട ഘട്ടം വന്നായിരുന്നു. അത്രയും എനിക്ക് സ്ട്രെസ് ആൻസൈറ്റിയൊക്കെ വളരെ ഓവറായിട്ട് വന്നിരുന്നു. അപ്പോൾ പോലും അത് ഇതാക്കാതെ വർക്കൗട്ട് ഞാൻ ആദ്യം മിസ് ചെയ്ത്, അല്ലാതെ വർക്കൗട്ട് മിസ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വീക്ക്ലി 3 ഡേ ഉള്ളു, വിച്ച് ഈസ് ഓക്കെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ അത്രയും, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചലഞ്ച്, അല്ലെങ്കിൽ എന്നെ ഇതേപോലെ ഹെൽത്തി ചലഞ്ച് ഞാൻ ഡെയിലി എനിക്ക് ചെയ്യാൻ പറ്റി. എത്ര ചലഞ്ച് എൻ്റെ ഇതിലോട്ട് വന്നിരുന്നു. കാര്യം എൻ്റെ മൂഡ് സ്വിങ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. മൂഡ് സ്വിങ് എന്നല്ല അതിനെ പറയുന്നത്, ആൻസൈറ്റി ആണ് സത്യം പറഞ്ഞാൽ. അതിനെ മൂഡ് സ്വിങ് എന്ന് അങ്ങനെ പറയുന്നേ ഉള്ളൂ. അത് ഉള്ളവർക്ക് അല്ലെങ്കിൽ അത് അനുഭവിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വേർഡ് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാനുള്ള അവസ്ഥയും അല്ലായിരിക്കും. അത്രയും നമുക്ക് ഒരു വൃത്തികെട്ട അവസ്ഥയാണ് അത്. അത് ഞാൻ പിന്നീട് പറയാം, ഇപ്പം പറയണ്ട. പിന്നെ ഞാൻ കാലറീസ് കൗണ്ട് ചെയ്യുമെന്ന് വെച്ചായിരുന്നു. അത് ഞാൻ ചിലപ്പോൾ ചില ഫുഡൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ എടുക്കണോണ്ട് എനിക്കങ്ങനെ വെയിറ്റ് ചെയ്തവർ പറയാറുണ്ട്. പക്ഷേ ഡെയിലി ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തല്ല, നമുക്കൊരു ഏകദേശം ഒരു ഊഹം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതേപോലെ പ്രോട്ടീൻ, ഹെൽത്തി കാർബ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബാലൻസ്ഡ് മീല്, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അതാണ്. അല്ലാതെ കാലറി കൗണ്ട് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ഞാൻ പോണത്. അപ്പം അങ്ങനെയാണ് പോണത്. അടുത്തത് ഫേവറേറ്റ് മീൽ. എനിക്ക് സത്യം പറയേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഞാനിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം. സ്മൂത്തി, അവകാഡോ സ്മൂത്തി, ബ്ലൂബെറി മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്ന ബ്ലൂബെറി. അതുകൊണ്ട് മിക്കപ്പോഴും ബ്ലൂബെറി ആയിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ അവകാഡോ ആയിരിക്കും കാണുന്നത്. അത്രയും എനിക്കിഷ്ടപ്പെട്ട്, അതുകൊണ്ട് അതാണ് എൻ്റെ ഫേവറേറ്റ്. ബ്രേക്ക്ഫാസ്റ്റിൽ സ്മൂത്തിയൊക്കെ കുടിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇപ്പം കറൻ്റ്ലി. വേറെ മീൽ കഴിക്കുന്നതിനെക്കാട്ടും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ വെയിറ്റ് ഗെയിൻ അത്ര ഉദ്ദേശിക്കുന്നത് നല്ലതായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യണം. പക്ഷെ അത്രയൊന്നും ഞാൻ ചെയ്യണില്ല. ബിക്കോസ് വെയിറ്റ് ഗെയിൻ അല്ല എൻ്റെ ലക്ഷ്യം. അതെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ല. പിന്നെ എങ്ങനെയാണ് ഇതേപോലെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം. നമ്മൾ അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഡെയിലി മോട്ടിവേറ്റഡ് ഒന്നല്ലായിരിക്കും. പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര നൈറ്റ് പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇത്രയും മോർണിംഗ് എഴുന്നേറ്റാണ് മിക്ക കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യണത്. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഓഫ് കോഴ്സ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെല്ലാം ഫുഡ് ഞാൻ ഉണ്ടാക്കി, എൻ്റെ കാര്യങ്ങൾ നോക്കി പോയി വർക്ക് ചെയ്ത്, അവിടെ നിന്ന് ഞാൻ എൻ്റെ കൊളാബിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഞാൻ അവിടെ നിന്ന് ഇപ്പം സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഞാൻ പോയിൻ്റ് വൈസ് ആയിട്ട് എൻ്റെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് ഇതേപോലത്തെ ഈ ബുക്കിൽ ഇപ്പം ഞാൻ പോയിൻ്റ് വൈസ് ആയിട്ട് ഇപ്പം ഞാൻ പറയുന്ന ഡയലോഗ്സ് കാര്യങ്ങളൊന്നും പോയിൻ്റ് എടുത്തിട്ടില്ല. ആകെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഞാൻ പോയിൻ്റ് വൈസ് എഴുതി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കൊളാബ് ചെയ്യണത്. അപ്പോൾ ആ സമയം ഞാൻ എൻ്റെ ഇതേപോലെ ലഞ്ച് ബ്രേക്കിനാണ് ഫുഡ് കഴിച്ചിട്ട് അതിന് ചിലവഴിക്കും. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ സമയങ്ങളെല്ലാം ഞാൻ അത്രയും യൂസ് ചെയ്യാനുണ്ട് ഇപ്പം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ അത്രയും കുറേ കാര്യങ്ങൾ എൻ്റെ ഇതിലുണ്ട്. അപ്പം വീട്ടിലോട്ട് വിളിക്കാനുള്ള സമയം കുറച്ച് കുറഞ്ഞ്, അല്ലാതെ ഫുൾ ടൈം ഞാൻ വളരെ ആക്റ്റീവായിട്ടും ഇതിലുമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. പിന്നെ ഇതേപോലെ വർക്കൗട്ട് ഉള്ള ദിവസം വർക്കൗട്ട് ചെയ്യുക, പിന്നെയും കുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യുക. അത് സ്കിൻ കെയർ ഡെയിലി അല്ല, സ്കിപ്പ് ചെയ്യും. ചില സമയത്ത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിരിക്കും. ചില സമയത്ത് അത്രയും മൂടിയില്ലെങ്കിൽ ഞാൻ സ്കിൻ കെയർ ചെയ്യാറില്ല. സ്കിൻ കെയർ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എപ്പോഴും സ്കിപ്പ് ചെയ്യില്ല. എന്നാലും ഇപ്പോൾ അതും ഞാൻ ചെയ്യാറുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും കിടക്കും. പ്രാർത്ഥനയുണ്ട്. ഇതേപോലെ ഞാൻ ബസ്സിരുന്നാണെങ്കിലും രാവിലെ ഡെയിലി ബ്ലെസ്സിങ് കേൾക്കാറുണ്ട്. അല്ലാതെ ഇവിടെ വന്നിട്ട് എനിക്ക് പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അത് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ നമുക്കങ്ങനെ ആരും അങ്ങനെ എന്താ പറയുക, എനിക്കതിൽ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ ഗോൾ എന്താണെന്ന് ചോദിച്ചു, എൻ്റെ ഗോൾ എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് പെർഫെക്റ്റ് ആവുക, അത്രയേ ഉള്ളൂ. പെർഫെക്റ്റ് ആവാന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടയോടെ ചെയ്യുക. ഇതേപോലെ എൻ്റെ ഹെൽത്ത് നല്ലോണം നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മോർണിംഗ് എടുത്ത് 5 o'clock എഴുന്നേറ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നു. അതേപോലെ അത് അങ്ങനെ എല്ലാം പക്ക ഒരു വ്യക്തിയല്ലായിരുന്നു ഞാൻ. അങ്ങനെ പക്ക ആവാൻ സമയമില്ലെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതേപോലെ പക്ക ആവാൻ സമയം കണ്ടെത്തി. എന്തൊക്കെ ചലഞ്ചസ് എനിക്ക് നേരിടേണ്ടി വരണമെന്നുണ്ടെങ്കിൽ പോലും ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് വിചാരിച്ചാൽ നമുക്ക് എന്തും പറ്റും. അതാണ് ഇനി ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എനിക്കങ്ങനെ ഗോളൊന്നുമില്ല. അല്ലാതെ വെയിറ്റ് ഗെയിൻ അങ്ങനെയൊന്നും മനസ്സിൽ ആലോചിച്ചിട്ട് പോലുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻടേക്ക് ചെയ്യണം. ഞാൻ അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് കാലറി എനിക്ക് കഴിക്കേണ്ട എൻ്റെ വെയിറ്റിനനുസരിച്ച് കുറച്ച് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. എന്താണ് അത് മാത്രമേ അവർ ആദ്യം തന്നേക്കണം. അത്രയും കാലറി ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അതിൽ കൂടുതൽ കഴിച്ചാൽ അത്രയും നല്ലതായിരിക്കും വെയിറ്റ് ഗെയിന്. പക്ഷേ ഞാൻ അതിൽ കൂടുതൽ കാലറിയും കാര്യങ്ങളൊന്നും കഴിക്കാറൊന്നുമില്ല. എനിക്ക് എന്താ വേണ്ടത് അത്രയും ഞാൻ കഴിക്കണത്. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഗോളും കാര്യമില്ല. അങ്ങനെ ഗോളെന്ന് വെച്ചാൽ ഇത് തന്നെ, ഇങ്ങനെ ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് എൻ്റെ ഗോള് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ പറയേണ്ടത്, നമ്മളിപ്പം ഇങ്ങനെയൊക്കെ തുടങ്ങാനും ആഗ്രഹമുള്ളവർക്ക് എന്താ, നമ്മൾ ഇന്ന് അല്ല നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ബർത്ത്ഡേ ടൈമിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ ഡേറ്റ് അങ്ങനെയല്ല, നമുക്ക്
എപ്പോൾ തോന്നുന്നോ ആ നിമിഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കണം എനിക്ക് പെട്ടെന്നുള്ള സ്റ്റാർട്ടിങ്ങില്ല, പയ്യെ 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 ഞാൻ പറഞ്ഞു എനിക്ക് ജേർണലിംഗ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേൽക്കാം പയ്യെ പയ്യെ. ഇപ്പം ആദ്യം ഞാൻ 7:30 പിന്നെ ഞാൻ 7 ആക്കി, പിന്നെ 6:30 ആക്കി, 6 ആക്കി, 5 ആക്കി. അങ്ങനെയാണ് ഞാൻ ഈ 5-ലോട്ടായത്. ഹെൽത്തി ചലഞ്ച് പെട്ടെന്നാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പയ്യെ പയ്യെ ആണെങ്കിൽ പോലും അപ്പം തന്നെ നിങ്ങൾക്ക് തോന്നണം അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. എന്ത് കാര്യത്തിലാണേലും. അപ്പം അത് ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ ജസ്റ്റ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഒരു അഡ്വൈസായിട്ട് എന്ത് കൂട്ടിക്കും എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയല്ല എന്നോട് ചോദിച്ചതെല്ലാം ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ. ഞാൻ ഇതേപോലെ ആഴ്ചയിലൊരിക്കൽ എന്തായാലും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നതായിരിക്കും. അതിൽ ഞാനിങ്ങനെ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു. അത് സാറ്റർഡേയ്സ് ഇങ്ങനെ വരാം, കാര്യം സാറ്റർഡേയ്സാണ് എനിക്ക് സമയം കിട്ടുന്നത്. പക്ഷേ നെക്സ്റ്റ് വീക്ക് എനിക്ക് വർക്കുണ്ട്. സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് അപ്പം സൺഡേ ചെയ്യാം ഇതേപോലത്തെ വീഡിയോ. അപ്പം യെസ്, താങ്ക് യു.